ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു കാടമുട്ട ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. അപ്പം ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, വെളുത്തുള്ളി, കരിവേപ്പില തീർന്നു പോയി, ഉണങ്ങിപ്പോയി കേട്ടോ, അപ്പോൾ കിട്ടിയില്ല. ഇതൊരു 10 കാടമുട്ട പുഴുങ്ങി വെച്ചതാട്ടോ. ഇനി ഇതിൻ്റെ തോല് കളയണം. അപ്പം പാനിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടു. പിന്നെ അത് മൂത്തപ്പോൾ വലിയ 2 സവാള ഇരുന്നതാട്ടോ, അതും കൂടി ഇട്ടു നന്നായി വഴറ്റി. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. പിന്നെ മഞ്ഞൾ ചേർത്തു, ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് ചേർത്തു. പിന്നെ അതിലൂടെ സാദാ മുളക് പൊടിയും ചേർത്തു കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത് കേട്ടോ, ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. അതൊരു ടേബിൾ സ്പൂണും സാദാ മുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഉള്ളിയും കുരുമുളക് പൊടിയും കൂടിയുള്ള കോമ്പിനേഷൻ. അപ്പം ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 നുള്ള് പഞ്ചസാര ഉപയോഗിക്കാം, ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ഇവിടെ ആർക്കും അത് പ്രശ്നമല്ല. ഇനി വേണമെങ്കിൽ 1-2 കാടമുട്ട ഇതിൽ ഉടച്ച് ചേർക്കാവുന്നതാണ്, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്കുള്ള ഇത് മാറ്റി വെക്കണമല്ലോ. അപ്പം ഞാൻ ആവശ്യത്തിനനുസരിച്ച് ഓരോരുക്കും പുഴുങ്ങിയ മുട്ട അതിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ പുട്ട്, അപ്പം, ചപ്പാത്തി, ദോശ ഇതിനൊക്കെ പറ്റും കേട്ടോ. ഇവൻ ചോറിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്, പക്ഷേ ചെയ്ത് നോക്കാത്ത തുടക്കക്കാരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ചില ഫ്രണ്ട്സ് കാടമുട്ട വാങ്ങിക്കാറന്നില്ല. അപ്പം കാടമുട്ട വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. 1000 കോഴിക്ക് അരക്കാടാന്നല്ലേ പറയുക. അപ്പോൾ അതിൻ്റെ മുട്ടയ്ക്ക് നല്ല സവിശേഷതയുണ്ട്, ചെറുതാണെങ്കിലും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം.